നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എറിക് ടെൻ ഹാഗും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ്? അതിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്റ്റീവ് മാക്ലാരൻ. അദ്ദേഹം യുണൈറ്റഡിൻ്റെ മുൻ അസിസ്റ്റൻ്റ് കോച്ചൊക്കെ ആയിരുന്നല്ലോ. അദ്ദേഹമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു പോഡ്കാസ്റ്റിലാണ് ഈ വിഷയങ്ങൾ അദ്ദേഹം പറയുന്നത്. മാക്ലാരൻ ടെൻ ഹാഗിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സർ അലക്സ് ഫെർഗൂസൻ്റെ കൂടെ നിന്നിട്ടുള്ളയാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ദി ഗുഡ്, ദി ബാഡ് ആൻഡ് ദി ഫുട്ബോൾ എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും എറിക് ടെൻ ഹാഗും തമ്മിലുണ്ടായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് വിശദമായിട്ട് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വലിയ ഒരു യുദ്ധം പോലത്തുള്ള ഒരവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, നീ ഇത് ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, ഐ വാണ്ട് യു ടു ഡു ദിസ് ആൻഡ് ദിസ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ പറയുകയായിരുന്നു. എന്ന് പറയുമ്പോൾ ഞാൻ റൊണാൾഡോയോട് പോയി പറയുമായിരുന്നു, ടെൻ ഹാഗിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ നീ ഇത് ചെയ്യുക, നീയാണ് ആദ്യം പ്രസ് ചെയ്യേണ്ട താരം, അല്ലെങ്കിൽ നീ ഫസ്റ്റ് റൺ നടത്തുക, അല്ലെങ്കിൽ സെക്കൻഡ് റൺ നടത്തുക, മേ ബി വേണ്ടി വന്നാൽ തേർഡ് റൺ നടത്തുക, അത് കഴിഞ്ഞിട്ട് നേരെ മിഡ്ഫീൽഡിലേക്ക് വരിക, എന്നിട്ട് റിക്കവർ ചെയ്യുക, നമുക്ക് ബോൾ കിട്ടുന്ന സമയത്ത് അങ്ങനെയാണെങ്കിലാണ് നിന്നിലേക്ക് ബോൾ എത്തിക്കാൻ പറ്റുകയുള്ളൂ, നീ ഇത് ചെയ്യണം, നീ അങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ നിന്നെ കളിപ്പിക്കില്ല, അല്ലെങ്കിൽ നിനക്ക് കളിക്കണമെങ്കിൽ നീ ഈ പറഞ്ഞ പോലെ ചെയ്തേ പറ്റൂ, ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ അങ്ങനെയാണ്. ഒരു പക്ഷേ മറ്റു ചില കോച്ചുമാർ റൊണാൾഡോ എടുക്കുന്ന സ്റ്റാൻഡിനോടൊക്കെ അതിനനുസരിച്ച് നിൽക്കുമായിരുന്നു. അവിടെയാണ് ഡിഫറൻസ് ഉള്ളത്. പക്ഷേ എറിക്ക് അങ്ങനെ ആയിരുന്നില്ല. എറിക്ക് പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവൻ കളിക്കില്ല. ഇതായിരുന്നു എറിക് ടെൻ ഹാഗിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ ഫൈറ്റ് എന്നല്ല, ഒരു മാറില്ല എന്ന തരത്തിലുള്ള ഒരവസ്ഥയായിരുന്നു, വിട്ടുവീഴ്ചയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. എറിക്കിൻ്റെ നിലപാട് അതാണ്. എറിക്ക് തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ചില മാനേജർമാർ അങ്ങനെയാണ്. മിക്ക മാനേജർമാരും ഈ സാഹചര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ടു പോകും. പക്ഷേ ചില മാനേജർമാർ അങ്ങനെയാണ്. അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇതാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മാക്ലാരൻ തുറന്നു പറഞ്ഞത്. ചുരുക്കത്തിൽ എറിക് ടെൻ ഹാഗ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഞാൻ പറയുന്ന പോലെ നീ ഗ്രൗണ്ടിൽ കളിച്ച് നിന്നെങ്കിലേ നിന്നെ കളിപ്പിക്കൂ, അല്ലെങ്കിൽ നിന്നെ കളിപ്പിക്കില്ല എന്ന് സ്റ്റാൻഡ് എടുത്തു. ക്രിസ്ത്യാനോ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ക്രിസ്ത്യാനോ അത് ഇതിൻ്റെ സൂചനകളൊക്കെ അദ്ദേഹം പുറത്ത് പോകാൻ തീരുമാനിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ 2022 അദ്ദേഹം അവിടം വിട്ട് പോകുന്ന ഘട്ടത്തിലൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് റെസ്പെക്ട് ഫോർ ഹിം ബിക്കോസ് ഹി ഡസൻറ്റ് ഷോ റെസ്പെക്ട് ഫോർ മീ. എന്നെ അയാൾ ബഹുമാനിച്ചില്ല, ടെൻ ഹാഗ് ബഹുമാനിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ടെൻ ഹാഗിനോടും ബഹുമാനമില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് റെസ്പെക്ട് ഫോർ മീ, ഐ ആം നെവർ ഗോയിങ് ടു ഹാവ് റെസ്പെക്ട് ഫോർ യു എന്ന് ക്രിസ്ത്യാനോ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. സോ ഒരു ഈഗോ പ്രോബ്ലം അവിടെ ഉടലെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായിട്ട് മാക്ലാരൻ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.